പനിനീർപ്പൂവ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അപ്പോൾ പനിനീർപ്പൂവ് കഴിക്കാൻ കിട്ടിയാലോ? ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നല്ല ചിക്കൻ ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ള പനിനീർപ്പൂവ് പോലെയുള്ള റോസ് മോമോസ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കാണാനും കഴിക്കാനും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ റോസ് മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് അരച്ചൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കണം. ഈ ജ്യൂസിലാണ് റോസ് മോമോസിനുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അതിനുവേണ്ടി ഒരു ബീട്രൂട്ട് നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചു കൊണ്ടുവരാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഈ ഒരു ബീട്രൂട്ടിന്റെ ജ്യൂസ് ഫുള്ളായിട്ട് നമ്മൾക്ക് വേണം. എന്നാൽ മാത്രമേ നമ്മളുടെ മോമോസിന് നല്ലൊരു കളർ കിട്ടുള്ളൂ. ആ ഒരു ബീട്രൂട്ടിൽ നിന്ന് എനിക്ക് 1/4 കപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ആ ബീട്രൂട്ട് ജ്യൂസിൽ തന്നെ എനിക്കിവിടെ നന്നായിട്ട് മാവ് കുഴയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ മാവ് കുഴയ്ക്കുമ്പം വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റാണ്. 1/4 കപ്പ് ബീട്രൂട്ട് ജ്യൂസിന് 1 കപ്പ് മൈദ മാവ് കറക്റ്റായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നമ്മൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ വൈറ്റ് കളർ മോമോസ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ആവശ്യത്തിനുള്ള ഓയിലും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി കുഴച്ചെടുത്ത് കൊണ്ടുവരാം. ഉപ്പും ഓയിലുമൊക്കെ മാവിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. വൈറ്റ് മോമോസിനുള്ള മാവും ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമ്മൾക്ക് മോമോസിനുള്ള ചിക്കൻ ഫില്ലിംഗ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കിലോ ചിക്കൻ ഉപ്പും മഞ്ഞളും ഇത്തിരി ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഒട്ടും വെള്ളമില്ലാതെ നന്നായി ഒന്ന് പൊടിച്ചെടുത്തതാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറി വെച്ചതിൻ്റെ ബാക്കി കഷ്ണങ്ങളെടുത്തും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പൊടിയായി കൊത്തി അരിഞ്ഞിട്ടുള്ള 1 കപ്പ് കാബേജ് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു വലിയ സവാള ചെറുതായി പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തതാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. എരിവിനാവശ്യമായി 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മോമോസിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മോമോസിനുള്ള മാവ് പരത്തിയെടുക്കാം. ആദ്യം നമ്മൾക്ക് പിങ്ക് കളറിലുള്ള മോമോസിന്റെ മാവ് പരത്തിയെടുക്കാം. രണ്ട് ഭാഗവും പൊടി തൂവി നല്ല കനം കുറച്ച് പരത്തിയെടുക്കണം. പരത്തിയെടുത്ത മാവ് ഒരേ ഷേപ്പിൽ നമ്മൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കുക്കി കട്ടറോ അല്ലെങ്കിൽ കുപ്പിയുടെ മൂടോ ഉപയോഗിച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പായിട്ട് നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മാറ്റി വയ്ക്കാം.
ഇതേപോലെ തന്നെ വൈറ്റ് കളർ മാവും നമ്മൾക്ക് എടുത്ത് നന്നായി പരത്തിയതിനു ശേഷം റൗണ്ടായി കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. ഇപ്പോൾ 2 കളറിലുള്ള മാവും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് റോസ് മോമോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾക്ക് റെഡ് റോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 3 റെഡ് കളറിലുള്ള പൂരി നമ്മൾക്ക് ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ടൊന്ന് നീളത്തിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് എല്ലാം നടുക്ക് ഭാഗത്തായിട്ട് നന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു ഭാഗത്തുനിന്ന് ചെറുതായി ഒന്ന് മടക്കി കൊണ്ടുവരാം. നമ്മൾ പായൊക്കെ റോൾ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ പനിനീർ പൂ പോലെയുള്ള റോസ് മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റം നമ്മൾക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഒരു ഇത്തിരി വെള്ളം പുരട്ടിയതിന് ശേഷം അവിടെ ഒന്ന് അമർത്തി വെച്ച് കൊടുത്താൽ മതി. അത് അവിടെ സ്റ്റിക്കായി ഇരുന്നോളും. റെഡ് കളറിലുള്ള റോസ് മോമോസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വൈറ്റ് പോർഷൻ കൂടുതലായി വരുന്ന രീതിയിലുള്ള മിക്സഡ് റോസ് മോമോസ് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 വൈറ്റ് പൂരിയും മിഡിലായിട്ട് ഒരു റെഡ് പൂരിയും വയ്ക്കാം. ഇനി പഴയതുപോലെ തന്നെ മിഡിലിലേക്ക് നമ്മൾക്ക് ചിക്കൻ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഒന്ന് മടക്കി കൊടുത്ത് നന്നായി ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മൾക്ക് റോൾ ചെയ്തെടുക്കാം. മിക്സഡ് റോസ് മോമോസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് റെഡ് പോർഷൻ അധികം വരുന്ന രീതിയിലുള്ള മോമോസ് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 റെഡ് പൂരിയും ഒരു വൈറ്റ് പൂരിയും എടുക്കാം. ഇനി സാധാരണ ഇതുപോലെ മിഡിലേക്ക് ഫില്ലിംഗ് വെച്ച് നന്നായി ഒന്ന് മടക്കിയെടുത്ത് റോസ് ആയിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. റെഡ് പോർഷൻ അധികമായിട്ടുള്ള നല്ലൊരു റോസ് മോമോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുഴുവനായിട്ടും വൈറ്റ് കളറിലുള്ള റോസ് മോമോസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 3 വൈറ്റ് കളറിലുള്ള പൂരി നമ്മൾക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫില്ലിംഗ് വെച്ച് സാധാരണ പോലെ മടക്കിയെടുത്ത് റോൾ ചെയ്തെടുക്കാം. വൈറ്റ് കളറിലുള്ള റോസ് മോമോസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ അറ്റഭാഗത്ത് നമുക്കിതുപോലെ വെള്ളം തേച്ച് നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കിയ ഈ മോമോസ് എല്ലാം ഒരു സ്റ്റീമറിലേക്ക് നമ്മൾക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ മോമോസ് നമ്മൾക്ക് ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. കാണാൻ നല്ല മനോഹരമായിട്ടുള്ള റോസ് മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള ഈ റോസ് മോമോസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.